പെൺകുട്ടിയുടെ തലയിൽ കല്ലുകൊണ്ടിടിച്ചതുപോലുള്ള ആഴത്തിലൊരു മുറിവ്. പ്രാഥമിക ഘട്ടത്തിലെ കൊലപാതക സാധ്യത സംശയിച്ചു. പിന്നാലെ കിട്ടിയ CCTV ദൃശ്യം കേസിൽ നിർണായകമായി. മരിച്ചുപോയ ചിത്രപ്രിയ എന്ന കുട്ടി എന്റെ വൈഫിന്റെ ചാച്ചന്റെ മകളാണ്. ആ കുട്ടി എന്നത് പോലീസ് പുറത്തുവിട്ടിരിക്കുന്ന CCTV വിഷ്വൽസ് ആവട്ടെ, പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും പല തരത്തിലുള്ള കളവുണ്ടായിട്ടുണ്ട്. പോലീസുകാരുടെ തന്തയില്ലേമാണ് എനിക്ക് ഈ വീഡിയോക്കത്തോടെ തുറന്നു കാണിക്കാനുള്ളത്. ചിത്രപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരിച്ചിട്ട് ആ പെൺകുട്ടിയുടെ മരണകാരണവും ആ പെൺകുട്ടിയെ കുറിച്ചുള്ള CCTV വിഷ്വൽസ് സഹിതം കേരള പോലീസ് പുറത്തുവിട്ടിട്ടുള്ളത് അടാറ് ഫേക്ക് സാധനങ്ങൾ. അതെന്തുകൊണ്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസുകാർ തന്നെ അവരുടെ സ്വത്തിനും അവരുടെ ജീവനും അവരുടെ നിലനിൽപ്പിനും അവരുടെ തൊപ്പിക്കും സംരക്ഷണം നൽകുന്നതായിട്ടാണ് ഈ ഒരു കേസിലൂടെ മനസ്സിലാവുന്നത്. ജനങ്ങളുടെ നികുതിപ്പണം വാങ്ങിച്ചെടുത്തിട്ട് ഇതുപോലുള്ള അടാറ് ഫേക്ക് പരിപാടികൾ ഉണ്ടാക്കി ജീവിക്കുന്ന കുറെ പോലീസുകാർ. അവരെ കൊണ്ട് വ്യക്തമായിട്ട് കള്ളനെ നല്ലവനാക്കാൻ കഴിയും, നല്ലവനെ കള്ളനാക്കാൻ കഴിയും എന്ന് വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്നുണ്ട് ഈ ഒരു കേസിലൂടെ. അവരുടെ നിലനിൽപ്പാണ് ഇതിനകത്ത് മെയിൻ ഘടകം. കാരണം ഈ പെൺകുട്ടി മരിച്ച് മൂന്നാം പക്കം, അതായത് അവിടെ നിന്നൊരു സ്മെല്ല് വന്നതിന് ശേഷമാണ് അവിടെ ഒരു മൃതദേഹം കിടക്കുന്നുണ്ടെന്ന് വരെ ജനങ്ങൾക്ക് മനസ്സിലായത്. ഉടനടി അത് പോലീസുകാർക്ക് അറിയാം, ഇത് പോലീസുകാരുടെ കൃത്യനിർവഹണം പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്ന്. കാരണം പെൺകുട്ടിയുടെ മരണ സമയം പറയുന്നത് 7 to 8. അപ്പൊ വ്യക്തമായിട്ട് പോലീസ് ആ ഒരു സമയത്ത് ഇങ്ങനൊരു പെൺകുട്ടിയെ കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ വ്യക്തമായിട്ട് അത് തെരച്ചിലിനായിട്ട് ഇറങ്ങി കഴിഞ്ഞായിരുന്നുവെങ്കിൽ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പ്രതിയെന്നും പറഞ്ഞ അലലെന്ന് പറഞ്ഞൊരു പയ്യനെ പിടിച്ചിട്ടേക്കുന്നല്ലോ. നിങ്ങൾ ഈ കാണിച്ചു കൂട്ടിയതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കഥകളാണ് എന്നുള്ളത് അവരുടെ കുടുംബത്തിലുള്ള വ്യക്തികൾ ആ CCTV വിഷ്വൽ നിങ്ങൾ പുറത്ത് വിട്ടപ്പോൾ ആ ബൈക്കിനകത്ത് സഞ്ചരിച്ചവർ ഓരോന്ന് പുറത്തു പറഞ്ഞു. ഞാൻ എല്ലാ വിഷ്വൽസും ഇതിനകത്ത് വെക്കാം. അപ്പൊ ഇതിനകത്ത് എന്താ സത്യസന്ധത? എന്താ നിങ്ങൾ പിടിച്ചിട്ടിരിക്കുന്ന ആ ഒരു ചെറുക്കൻ ഇതിനകത്ത് പ്രതിയാണോ? കാരണം നിങ്ങളുടെ നിലനിൽപ്പ്, കാരണം ആ ഒരു പെൺകുട്ടിയുടെ ജീവൻ നിങ്ങളെ കൊണ്ട് പറ്റുമായിരുന്നെങ്കിൽ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ നിങ്ങളത് ചെയ്തില്ല. നിങ്ങളത് പെൺകുട്ടി ഒളിച്ചോടിയതാണ്, പെൺകുട്ടി അവന്റെ കൂടെ പോയതാണ് എന്ന രീതിയിലേക്കൊക്കെ മാറ്റിയപ്പോഴത്തേക്കിന് ഇത് കാണുന്ന ജനങ്ങൾ, ഇപ്പൊ എന്റെ വീട്ടിൽ ഉൾപ്പെടെ ഇത് കാണുന്ന ഓരോ അച്ഛന്മാര് ചിലപ്പം ഈ പെൺകുട്ടി എന്തോരം ചീത്ത പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ഈ പെൺകുട്ടിയുടെ കുടുംബത്തെ, ഈ പെൺകുട്ടിയുടെ അച്ഛനെ അമ്മയെ എത്ര പേര് ചീത്ത പറഞ്ഞിട്ടുണ്ടായിരിക്കും? അത് പറയാനുള്ള കാരണം ആരാ? ഈ കേരള പോലീസാ, ഈ കേസ് അന്വേഷിച്ച കേരള പോലീസാ, ഈ സ്ഥലത്തെ പോലീസാരാ? അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടി ചെറുക്കന്റെ കൂടെ പോയതാണ് എന്ന് വരുത്തി തീർത്ത്, ഇന്ന സമയത്ത് പാതിരാത്രി ചെറുക്കന്റെ കൂടെ പോയതാണെന്ന് വരുത്തി തീർത്ത്, അല്ലേ? കാരണം അവർക്ക് അതിൽ നിന്ന് തടി ഊരണം. അതല്ല ആ കുട്ടി നേരത്തെയാണ് മരിച്ചത് എന്ന കാരണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? പരാതി കിട്ടിയിട്ട് അന്വേഷിച്ചില്ല? ഇവർ കൊടുത്ത വ്യക്തമായ തെറ്റിദ്ധാരണ കാരണം ആ കുടുംബം വരെ ഇതിനകത്ത് തെറ്റിദ്ധാരണപ്പെട്ടു പോയല്ലോ. നമുക്ക് ആദ്യം ആ ന്യൂസ് ഒന്ന് കാണാം. ന്യൂസ് കണ്ടിട്ട് ഈ കുടുംബത്തിന്റെ തന്നെ ഒരു കസിനായിട്ടുള്ള വ്യക്തി വ്യക്തമായ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് എന്താണ് ലഭിച്ചതെന്നും ഇവർ കൊടുത്തിട്ടുള്ള ആ ഒരു CCTV വിഷ്വൽസ് വരെ അടാറ് ഫേക്ക് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ കാണിച്ചാൽ ആദ്യം ഇവർ കൊടുത്തിട്ടുള്ള ആ ഒരു ന്യൂസിന്റെ ചെറിയൊരു ഭാഗം ഒന്ന് കാണാം. ആളൊഴിഞ്ഞ പറമ്പിൽ 19-കാരിയുടെ മൃതദേഹം കണ്ടെത്തിയ നാട്ടുകാർ ആകെ ഭയപ്പാടിലായി. പെൺകുട്ടിയുടെ തലയിൽ കല്ലുകൊണ്ടിടിച്ചതുപോലുള്ള ആഴത്തിലൊരു മുറിവ്. പ്രാഥമിക ഘട്ടത്തിലെ കൊലപാതക സാധ്യത സംശയിച്ചു. പിന്നാലെ കിട്ടിയ CCTV ദൃശ്യം കേസിൽ നിർണായകമായി. ആൺ സുഹൃത്ത് അലൻ മദ്യലഹരിയിൽ ആസൂത്രിതമായി നടപ്പാക്കിയ കൊലപാതകം ചിത്രപ്രിയ മർഡർ കേസായി. പ്രതി ആൺ സുഹൃത്ത് അലന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു. പ്രതിയായിട്ടുള്ള ആൺ സുഹൃത്ത് അലന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി അവനെ റിമാൻഡ് ചെയ്തു. അതായത് വ്യക്തമായ തെളിവുകൾ ഇവർക്ക് കിട്ടിയതുകൊണ്ട് ആ ബൈക്കിനകത്ത് വന്നത് അലനാണെന്നും ആ ബൈക്കിൽ നിന്നും പുറത്തേട്ടിറങ്ങിയത് ആ പെൺകുട്ടിയാണെന്നും ഇവർക്ക് എന്ത് വ്യക്തമായ ധാരണയുടെ പുറത്താണ് ഇവർ പറഞ്ഞിരിക്കുന്നത്? ഇതേ സാധനം മിസ്റ്റർ ട്രോളൻ സ്റ്റോറി ഇട്ടപ്പോഴത്തേക്കിന് അവന് വ്യക്തമായ ഒരു മെസ്സേജ്, അതായത് ബൈക്കിൽ വന്ന ആരാണെന്നുള്ളതും അവർ ഭാര്യ ഭർത്താവ് അവിടെ വന്നതാണെന്നും വ്യക്തമായിട്ട് അവർ അതിനകത്ത് പറയുന്നുണ്ട്, അല്ലേ? എന്നിട്ടും ഇത് ജനങ്ങൾക്കിടയിലേക്ക് എടുത്തു കാണിക്കാനായിട്ട് പോലീസിന്റെ സൈഡിൽ നിന്നോ നിയമവ്യവസ്ഥയിൽ നിന്നോ ഒന്നുമില്ല. കാരണം ജനങ്ങളെ വ്യക്തമായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ മീഡിയ കൊണ്ട് കഴിയും. മീഡിയയ്ക്ക് കൊടുക്കുന്ന തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൃത്യമായിട്ട് ജനങ്ങൾക്കിടയിൽ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. ജനങ്ങൾ ആദ്യം അതായിരിക്കും വിശ്വസിക്കുന്നത്. ഈവൻ ദിലീപിന്റെ കാര്യത്തിൽ പോലും സംഭവിച്ചത് ഇതുപോലുള്ളൊരു മാനിപ്പുലേഷനോ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു ഫാബ്രിക്കേറ്റഡ് കേസായിട്ടാണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. കാരണം പോലീസിനെ കൊണ്ട് എന്തും പറ്റും. പോലീസിന് വ്യക്തമായ ഒരു തെളിവ് മീഡിയയ്ക്ക് കൊടുക്കുമ്പോഴത്തേന് അവരത് വെച്ചങ്ങ് അലക്കും. ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ടിവിയിലും ഫോണിലും എല്ലാം നീയൊക്കെ കൊടുക്കുന്ന തെറ്റായിട്ടുള്ള ഇൻഫർമേഷനും എത്തും. അത് കാണുന്നവരിരുന്നിട്ട് ഇവരെ ചീത്ത വിളിക്കും. എത്ര വീട്ടുകാർ, എത്ര അമ്മ പെങ്ങന്മാർ ഇരുന്നിട്ട് ഈ മരിച്ചുപോയ കൊച്ചിനെയും ഇവരുടെ തന്തയും തള്ളയും ആ ചെറുക്കനെയൊക്കെ എന്തോരം ചീത്ത വിളിച്ചിട്ടുണ്ട്. എത്ര കമന്റ് ബോക്സിംഗ് എടുത്ത് നോക്ക്. ഇതിനെല്ലാം ഉത്തരവാദികളാരാ? ഈ CCTV വിഷ്വൽസ് ഇവരുടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി ഈ അർദ്ധരാത്രി ഇവന്റെ കൂടെ പോയതാണ്, ഈ രാത്രി അവൻ എന്തിനാ അവന്റെ കൂടെ പോയി എന്നൊക്കെ പറഞ്ഞ രീതി തെറ്റിദ്ധരിപ്പിച്ചുണ്ടാക്കിയ പോലീസുകാരുടെ ഒരു പരിപാടി. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. കാരണം അതിന്റെ ഒരു ഇൻക്വസ്റ്റ് തയ്യാറാക്കി അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാര്യങ്ങൾ വരട്ടെ എന്നിട്ട് ചെയ്യാന്ന് വെച്ചിരുന്നേ. അപ്പോഴാണ് ഇതുപോലൊരു വീഡിയോ, അതായത് ഈ കസിന്റെ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്.
ശരിക്കും ശരിക്കും തന്തയില്ലായ്മ എന്ന് പറയാം. നിന്റെയൊക്കെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സത്യങ്ങൾ വളച്ചൊടിച്ച് ഉണ്ടാക്കുന്നു. ഇവനെയൊക്കെ എങ്ങനെ വിശ്വസിക്കും? ഈ പോലീസിനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? നമ്മളെ രക്ഷിക്കാനായിട്ട് ഓടിച്ചെല്ലുന്ന അവന്മാർ തന്നെ ലോക ഫ്രോഡുകളും കള്ളന്മാരും ആയി കഴിഞ്ഞാൽ. മരിച്ചുപോയ ചിത്രപ്രിയ എന്ന കുട്ടി എൻ്റെ വൈഫിന്റെ ചാച്ചന്റെ മകളാണ്. ആ കുട്ടി മരിക്കുന്ന ദിവസം ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അന്ന് തൊട്ട് ഇന്നലെ വരെ ആ വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. കുട്ടിയെ കാണാതായപ്പോൾ തൊട്ട് തെരച്ചിൽ നടത്തുന്നതും പോലീസിൽ കേസ് കൊടുക്കുന്നതും അതിനെപ്പറ്റി ഒരുപാട് തവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി ഫോളോ അപ്പ് ചെയ്തതൊക്കെ ഞങ്ങൾ തന്നെയാണ്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ചടങ്ങുകൾ ഇതെല്ലാം കഴിഞ്ഞത്. അപ്പം സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇന്ന് കയറി നോക്കുമ്പോൾ കാണുന്നതൊക്കെ വളരെ മോശമായതും പിന്നെ ഈ മരിച്ചുപോയ കുട്ടിയുടെ മാതാപിതാക്കളെ പറ്റിയിട്ടും പറയുന്ന മോശമായ പല കമന്റ്സുകളും ഞങ്ങൾക്ക് കാണാൻ പറ്റി. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു അപകടം നടന്നിട്ട് ആ വീട് ഇപ്പോഴും ഈ ഒരു ഷോക്കിൽ നിന്ന് കരകയറിയിട്ടില്ല. ഈ ഒരു ഷോക്കിലിരിക്കുന്ന സമയത്ത് ആ കുടുംബത്തിനെ കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് പിച്ച് ചീന്താൻ ഇട്ടുകൊടുത്തത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് പോലീസുകാർ. ഒന്ന് ആലോചിച്ച് നോക്കണേ. അവർക്ക് അവരുടെ കാര്യം മാത്രം നോക്കിയാൽ അവരുടെ കാര്യം സേഫ് ചെയ്താൽ മതി. എന്നാൽ സത്യം എവിടെയാണ് കള്ളം എവിടെയാണെന്നൊന്നും പ്രോപ്പറായിട്ട് കാണിക്കണ്ട. എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ എടുത്തങ്ങോട്ട് വെക്കുമ്പോഴത്തേന്, കാരണം നമ്മളെ സംബന്ധിച്ച് എന്തായിരിക്കും, നമ്മൾ പോലീസ് തരുന്നതല്ലേ വിശ്വസിക്കൂ. പോലീസ് മുഖാന്തരം മീഡിയയ്ക്ക് തരുന്നതല്ലേ നമ്മൾ വിശ്വസിക്കത്തുള്ളൂ. കാരണം നമ്മൾ ഈ CCTV കണ്ടിട്ടില്ല, നമ്മൾ ഈ പെൺകുട്ടിയെ നേരത്തെ കണ്ടിട്ടില്ല, ഈ പെൺകുട്ടി നേരത്തെ സഞ്ചരിച്ചിട്ടുള്ള വാഹനം നമുക്കറിയത്തില്ല, ഈ പെൺകുട്ടി ഇട്ടുകൊണ്ട് ഡ്രസ്സ് ഏതാണെന്ന് നമുക്കറിയത്തില്ല. നമ്മളെ സംബന്ധിച്ച് ഇവർ തരുന്ന സാധനം ഓക്കെ ഇത് പ്രോപ്പറായിട്ടൊരു കാര്യമാണ്, ജനങ്ങൾക്ക് കാണാനായിട്ട് വ്യക്തമായ തെളിവ് തരുന്ന നമ്മൾ അങ്ങനെ വിശ്വസിക്കൂ. എത്ര വീട്ടുകാർ വിശ്വസിച്ചു, എത്ര വീട്ടുകാർ ഇവരെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടാക്കിയതിനെയും വളർത്തിയതിനെയൊക്കെ കിടന്ന് പറഞ്ഞ് പഴി കേൾപ്പിച്ച് ആ പെൺകുട്ടി മരിച്ച് മൺമറഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ ആ വീട്ടുകാരിരുന്ന് അനുഭവിക്കേണ്ടി വരുന്ന ഓരോ വിഷമങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോഴും ആ കുടുംബം മൊത്തത്തിൽ ഭയങ്കര ഷോക്കിലാണ് നിൽക്കുന്നത്. പോലീസ് പുറത്തുവിട്ടിരിക്കുന്ന CCTV വിഷ്വൽസ് ആവട്ടെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും പല തരത്തിലുള്ള കളവുണ്ടായിട്ടുണ്ട്. പള്ളിയുടെ മുന്നിൽ വെച്ചിട്ടുള്ള 2 ബൈക്കിലൊക്കെയുള്ള വിഷ്വൽസിൽ അതിൽ നമ്മുടെ മരിച്ചുപോയ ചിത്രപ്രിയ അല്ല കാണിച്ചിരിക്കുന്നത്, അത് വേറെ ഏതോ ആൾക്കാരാണ്. ആദ്യം ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആളാരാണെന്ന് തപ്പിയിട്ട് അവരെന്തിനാണ് ഈ സമയത്ത് അവിടെ പോയതെന്നാണ് ചിന്തിക്കേണ്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആ ആൾക്കാര് മിസ്റ്റർ ട്രോളൻ ഇത് സ്റ്റോറി ഇട്ടപ്പോഴത്തേക്കിന് അവന് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ട് ആൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ താണ്ട് എന്റെ ഇതിനകത്ത് ആ സ്ക്രീൻഷോട്ട് വെച്ചേക്കാം. അത് വ്യക്തമായിട്ട് അവർ പോസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമാവുമോ എന്ന്, അവർക്ക് എന്ത് കുഴപ്പം, അവരവിടെ വന്ന ഒരു CCTV വിഷ്വൽസ് ഇവര് പിക്ക് ചെയ്തെടുത്തിട്ട് ഇനിയിപ്പോൾ ഇവരെയും കൂടെ കണക്ട് ചെയ്യാനൊന്നും നിൽക്കല്. ചിലപ്പോൾ അവരവിടെ പള്ളി വന്നതാ, ഇവരൊരു CCTV നോക്കിയപ്പോഴത്തേനാ ഒരു പെണ്ണ് ബാക്കിൽ ഇരിപ്പുണ്ട്, എന്നാ പോട്ടെ അതാണ്ട് 2 പേര് ബൈക്കിലുണ്ട്, മതി, ഇത്രയും മതി. ഇനി കൂടെയുള്ള സുഹൃത്തുക്കൾ ആരാന്ന് കണ്ടുപിടിക്കാനായിട്ട് നടക്കുവാന്ന്. ഇതിനിടയിൽ കൂടെ ന്യൂസുകൾ കേട്ടാണ് കൂടെയുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി തെരച്ചിലാണെന്ന്. ആ അലനെ എന്ത് കണ്ടിട്ടാണ് അവ പിടിച്ചകത്തോട്ട് ഇട്ടിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. അലൻ അങ്ങ് സമ്മതിച്ച് തലക്കടിച്ച് കൊന്നാണ് സമ്മതിച്ചെന്ന്. ഇനി അതിനകത്ത് എവിടെയാണ് സത്യസന്ധത ഉള്ളതെന്നുള്ളത് ഇനി കണ്ടറിയാം. ഇനി അത് തെളിയിക്കാൻ കഴിയുമോ ഓൾറെഡി എനിക്കറിയത്തില്ല. ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും പോലീസുമായിട്ടുള്ള പല രീതിയിലുള്ള ചർച്ച നടത്തിയതിന്റെ പ്രകാരം ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടി മരിച്ചത് ഏകദേശം 7 മണി 7:30 8 മണി ടൈമിലാണ്, വൈകുന്നേരം ആണ് മരിച്ചേക്കുന്നത്. അന്ന് അവിടെ അയ്യപ്പൻ വിളക്ക് നല്ലൊരു വിളക്ക് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ നോർമലായിട്ട് അവളും ആ ഒരു പരിപാടിയിൽ ഉണ്ടെന്നുള്ളൊരു വിചാരത്തിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ അവളെ കണ്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത്. രാത്രിയായിട്ടും പിന്നെ അവൾ വന്നില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു. പല സ്ഥലത്തും പല രീതിയിലായിട്ട് ഞങ്ങൾ അന്വേഷിച്ചു. സൈബർ സെല്ലിൽ നിന്നും കിട്ടിയ വിവരപ്രകാരം പോലീസുകാരുടെ കൺഫർമേഷനോടുകൂടി മലയാറ്റൂർ പെട്രോൾ പമ്പിന്റെ ബേക്കിലുള്ള സ്ഥലത്ത് വെച്ചാണ് കുട്ടിയുടെ മൊബൈലിന്റെ നെറ്റ്വർക്ക് കണക്ഷൻ ലാസ്റ്റായിട്ട് കട്ടായത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഏരിയയിലും അനുബന്ധ പ്രദേശങ്ങളിലും വീടുകളിലൊക്കെ തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്നും ഒരു തുമ്പും കിട്ടാത്തതിന്റെ പേരിൽ ഞങ്ങൾ വീണ്ടും തുമ്പ് കിട്ടാഞ്ഞല്ല, കേരള പോലീസ് മനസ്സ് വെച്ചായിരുന്നെങ്കിൽ ആ പെൺകുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു. ചിലപ്പോൾ മരിച്ചതിന് ശേഷമാണെങ്കിലും ഇത്രയും നീണ്ടുപോയി ഒരു സ്മെല്ലുണ്ടായി, അതായത് 3 ദിവസത്തിന് ശേഷമല്ല മനസ്സിലാക്കണം, അതിന് മുമ്പ് തന്നെ മനസ്സിലാക്കാം. പെട്രോൾ പമ്പിനടുത്ത് നെറ്റ്വർക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പെൺകുട്ടിയാണ്, അത് എല്ലാ പെൺകുട്ടികളും സ്വിച്ച് ഓഫ് ചെയ്ത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കാമുകനൊപ്പം ഒളിച്ചോടി പോയി എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടല്ലോ മാനസികമായിട്ടുള്ള, ആ സാധനം ഒന്ന് മാറ്റി വെക്കണം. പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചുണ്ടാവും എന്നുള്ളൊരു ഭീതി വരണം. ആ ഭീതി വരുമ്പോഴത്തേക്കിന് വ്യക്തമായ CCTV വിഷ്വൽസ് എന്താണ്, പെട്രോൾ പമ്പിലെ വിഷ്വൽസ് എന്താണ്, എവിടെയാണ് കട്ടായത്, അവരെ കൊണ്ട് പറ്റും. അവരെ കൊണ്ട് പറ്റണമെന്നുണ്ടല്ലോ. ഇതുപോലെ മിസ്സായി പോകുന്നത് ഏതെങ്കിലും ഒരു പൗരപ്രമുഖനായിട്ടുള്ള ആരുടെയെങ്കിലും വല്ല VIP-കളുടെ ഒക്കെ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഒക്കെ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടുപിടി ചിലപ്പോൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇവരായിരിക്കും വന്ന് അടിക്കുന്നതിന് മുമ്പ് കല്ല് കയറി പിടിക്കുന്നത്. ആ രീതിയിൽ അവസാനിപ്പിച്ചാനായിരുന്നു. പല തവണയായിട്ട് സ്റ്റേഷനിൽ കയറി കാര്യങ്ങൾ പറയുകയും അവരിൽ നിന്നുണ്ടായ റോങ് ഇൻഫർമേഷൻ വെച്ചിട്ട് ഞങ്ങൾ വീട്ടുകാരെല്ലാവരും തന്നെ കൂടുതൽ ദിവസങ്ങൾ അങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. കാരണം അവർ പറഞ്ഞത് പല ദിവസങ്ങളായിട്ട് വ്യക്തമായ കേരളത്തിലെ ജനങ്ങളെയും ഇതുപോലെ തന്നെ പറ്റിയത്. അതായത് റോങ് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് ആ കുടുംബത്തിനെ സമാധാനപ്പെടുത്തി 2-3 ദിവസം വീട്ടിൽ ഇരുത്തിപ്പിച്ച് അതിനുശേഷം വ്യക്തമായ റോങ് ഇൻഫർമേഷൻസ് നമ്മുടെ ഇടയിലേക്ക് വിട്ട് നമ്മളെ അത് കാട്ടി അങ്ങ് വിശ്വസിപ്പിച്ച്. കാരണം ഇത്
റോങ് ആണ്, അവർ പ്രോപ്പറായിട്ട് ജോലി ചെയ്യാത്തതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് വരുന്നു കഴിഞ്ഞാൽ അവരുടെ ജോലി പോവും, സസ്പെൻഷൻ ആവും, കേസാവും, എക്സ്പ്ലനേഷൻ ആവും. അതെല്ലാം അങ്ങ് മറച്ചു വെക്കാനായിട്ട് എവിടുന്നോ കിട്ടിയ ഒരു CCTV വിഷ്വൽസ്. എന്തുവാടാ ഇപ്പൊ കള്ളന്മാർക്കും പോലീസുകാർക്കും തമ്മിൽ എന്തോ വ്യത്യാസം എന്തോ ഉള്ളത്? വിഷ്വൽസിൽ അവർ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കരുതിയത് എന്താ വെച്ചാൽ ഈ കുട്ടി ഈ പറഞ്ഞ അലൻ എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് ഒളിച്ചോടി പോവുകയാണ് കരുതിയിരുന്നത്. പക്ഷേ ഇവരുടെ ഈ തെറ്റായ ഇൻഫർമേഷൻ കാരണം ഞങ്ങൾക്ക് 3 ദിവസം പഴക്കം ചെന്ന ഒരു മൃതദേഹമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പല വീഡിയോയും പല കമന്റ്സും എല്ലാം റോങ് ആണ്. CCTV വിഷ്വൽസിൽ ഒന്നിലും തന്നെ ഈ പറഞ്ഞ കുട്ടിയുടെ ഒരു ഫോട്ടോസോ ഒരു വിഷ്വൽസോ ഉണ്ടായിട്ടില്ല. അത് ഞാൻ ഉറപ്പിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിഷ്വൽസിലുള്ളതൊക്കെ 1:30 ഉണ്ടായ വീഡിയോസും 2 മണിക്ക് 3 മണിക്കൊക്കെ പുലർച്ചെയുള്ള വീഡിയോസാണ്. അതിലൊന്നും തന്നെ ഈ കുട്ടി ഉണ്ടായിട്ടില്ല. തെറ്റായ വാർത്തകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളിൽ കാര്യമായിട്ടുള്ള കാരണങ്ങൾ അറിയാതെ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും വരാതെ ഉള്ള ഈ സാഹചര്യത്തിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇതുപോലെയുള്ള മോശം കമന്റുകളോ അല്ലെങ്കിൽ കുട്ടിയെക്കുറിച്ചിട്ടുള്ള മോശമായ കാര്യങ്ങളോ പറയാതിരിക്കുക. തീർച്ചയായിട്ടും എന്ത് തരത്തിലുള്ള തെറ്റിദ്ധാരണയല്ലേ ജനങ്ങൾക്കിടയിലേക്ക് ഇവർ വിട്ടത്. ആ പെൺകുട്ടിയെ, ആ പയ്യന് ഭയങ്കര ഡൗട്ട് കാരണമാണ് അടിച്ചു കൊന്നത്. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ കോൾ വെയിറ്റിംഗ് വരുന്നു, മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇല്ല. എന്തൊക്കെ തരത്തിലുള്ള മാനിപ്പുലേഷനാ. കാരണം വ്യക്തമായി കേരളത്തിൽ ജനങ്ങൾ കൺവിൻസ് ആവുന്ന മാനിപ്പുലേഷനാ. അപ്പൊ അങ്ങനെ ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ അത് ആയിരിക്കും മരണകാരണം. അതായിരിക്കും 19 വയസ്സുള്ള പെൺകൊച്ചിനെ 21 വയസ്സുള്ള ചെറുക്കൻ കൊന്നു. അതാണ് മരണകാരണം. ഇവിടെയൊക്കെ ആരാ ഇങ്ങനെ പുറത്തിറക്കി നടത്തുന്നത്? ഇവിടെ തന്തേൻ എന്നുള്ളതൊന്നുമില്ല ചോദിക്കാനും പറയാനുമായിട്ട്. ഓരോ വീട്ടിലും ഉണ്ടായിട്ടുള്ള സംസാരം ഇത് തന്നെ ആയിരിക്കും. ഇതിൽ നിന്നും വ്യക്തമായിട്ട് ആ കുട്ടിക്ക് അന്നേരം സംഭവിച്ചത് എന്താണെന്നോ അല്ലെങ്കിൽ ഇത് തന്നെയാണോ സത്യമെന്ന് വരുത്തി ചിന്തിക്കാൻ രീതിയിലുള്ള ഒന്നും ഇല്ലായിരുന്നു. കാരണം അതുപോലുള്ള ഒരു തെളിവുകൾ, ഒരു ഹിന്റുകൾ ഒരു സൈഡിൽ നിന്ന് ഇട്ടില്ല. ഇപ്പം മരണത്തിന്റെ റിപ്പോർട്ട് വരുമ്പോഴാണ് ഇത് 7 to 8 മരിച്ച വ്യക്തിയുടെ മൃതദേഹം, ആ മൃതദേഹത്തിന്റെ CCTV വിഷ്വൽ, അതായത് ഫ്രണ്ടുമായിട്ട് വന്ന വിഷ്വൽ എങ്ങനെയാണ് രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കേ. ഇവർ അന്നേരമുള്ള അവരുടെ ആ സമയത്തുള്ള നിലനിൽപ്പിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. ഇത്രയധികം മാനിപ്പുലേഷൻ നടത്താനും ഇത്രയധികം തെളിവുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ശേഖരിക്കാനും ഇത്രയധികം ജനങ്ങൾക്കിടയിലേക്ക് അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്തൊരു വ്യക്തിയെ പ്രതിയാക്കി തീർക്കാനുമായിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നുവെങ്കിൽ നിങ്ങളെ ഏത് വിശ്വസിച്ച് അല്ലെങ്കിൽ എന്ത് വിശ്വസിച്ചായിരിക്കും കേരളത്തിൽ ജനങ്ങൾ വന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ഇല്ലാത്തൊരു വ്യക്തി അല്ലെങ്കിൽ സപ്പോർട്ട് ഇല്ലാത്തൊരു ഫാമിലി, ഈവൻ ഒരു പെണ്ണാണെങ്കിൽ പോലും കുടുംബത്തിന് സപ്പോർട്ടില്ല, ഭർത്താവിന്റെ സപ്പോർട്ടില്ല, ആരുടെയും സപ്പോർട്ടില്ല. അങ്ങനെ ആകുമ്പോൾ അവർ ഓടി വരുന്നത് എങ്ങോട്ടായിരിക്കും? പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കിന് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത്യാവശ്യം നല്ല പണമോ പവറോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്ത് ഇതിന്റെ ഓപ്പോസിറ്റ് തിരിച്ചു വിടുമല്ലോ. ഇപ്പൊ ഈവൻ ഈ ദിലീപിന്റെ കാര്യത്തിൽ പോലും കഴിഞ്ഞ 8-8.5 വർഷമായിട്ട് ആ ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പ്രതി എന്ന രീതിയിലേക്ക് വരുത്തി തീർത്തത് മീഡിയയിലൂടെയാണ്. പോലീസുകാർ പുറത്തു വിട്ടിട്ടുള്ള തെളിവുകളിലൂടെയാണ് അല്ലേ? അല്ലാതെ ഈ സംസാരിക്കുന്ന ഞാൻ സഹിതമുള്ള ഒരു വ്യക്തികൾ പോലും അദ്ദേഹത്തിനെതിരെയുള്ള ഒരു തെളിവ് പോലും കണ്ടിട്ടില്ല. പക്ഷെ കഴിഞ്ഞ 8.5 വർഷമായിട്ട് ദിലീപ് ഇതിനകത്ത് പ്രതിയായിരുന്നു, ആസൂത്രകനായിരുന്നു, ഗൂഢാലോചന നടത്തിയ വ്യക്തിയായിരുന്നു അല്ലേ? എന്നാൽ 8.5 വർഷത്തിന് ശേഷം കേസ് വന്നപ്പോഴത്തേക്കിനോ ഗൂഢാലോചന ഇല്ല, ആസൂത്രണവും ഇല്ല, ഒന്നുമില്ല. കേസ് തള്ളിപ്പോയി. അത് കേസ് തള്ളിപ്പോയല്ല, ആ വ്യക്തി അതിനകത്ത് നിരപരാധിയാന്ന് പറഞ്ഞ് പുറത്തു വിട്ടു. വ്യക്തമായ പ്രതികളെ അതിനകത്ത് ശിക്ഷിക്കുകയും ചെയ്തു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് ആരാ? പോലീസുകാർ അല്ലേ? ആര് വഴി? മീഡിയ വഴി. മീഡിയ ഇതെടുത്തങ്ങ് ആഘോഷിച്ചു. 1 മണിക്കൂർ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ദിലീപിനെ 8 മണിക്കൂർ എടുത്ത് ചോദ്യം ചെയ്യിപ്പിച്ചെന്ന്. ഏത് രീതിയിലും എങ്ങനെയും വ്യക്തമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ജനങ്ങൾക്കിടയിലേക്ക് തെറ്റിദ്ധാരണകൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് കഴിയും. അത് എന്തായാലും ഈ കേസോടുകൂടി വ്യക്തമായിട്ട് കാണിച്ചു തന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു CCTV വിഷ്വൽ ഇവർ പുറത്തു വിട്ടിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ നിമിഷം 2 അഭിപ്രായം വന്നേനെ. സത്യമായിട്ടും ഇതിപ്പോ CCTV വിഷ്വൽ അവർ പുറത്തു വിട്ടതുകൊണ്ടും ആ മരിച്ച പെൺകുട്ടി 7-നും 8-നും ഇടയിലുള്ള സമയത്താണ് മരിച്ചതെന്ന ഒരു ധാരണ അവർക്ക് കിട്ടിയതുകൊണ്ടാണ് ഇതൊരു ഫേക്ക് ആണ്, അല്ലെങ്കിൽ കൂടെ വന്നിട്ടുള്ള വ്യക്തികൾ അവരല്ല. അതുപോരാഞ്ഞിട്ട് ആ CCTV വന്നിട്ടുള്ള ഇതേ കുടുംബം തന്നെ മെസ്സേജ് വെച്ചിട്ടുണ്ട്, ഇത് ഞങ്ങളാ വന്നിട്ടുള്ള അവരല്ല എന്ന്. എന്നിട്ട് പോലും അതൊന്ന് മാറ്റി പറയാനോ അതിനകത്തുള്ള തെറ്റിദ്ധാരണ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഇനി ആ പിടിച്ചിട്ടിരിക്കുന്ന പയ്യൻ ഈ പറയുന്ന രീതിയിൽ നിരപരാധിയോ അപരാധിയോ ദൈവത്തിനറിയാം എന്തുവാന്നുള്ള കാര്യം. എന്തായാലും അവരെ കൊണ്ട് ആടിനെ പട്ടിയാക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു തന്നു.